നൗ യു സീ മീ നൗ യു ഡോണ്ട്. നൗ യു സീ മീ സീരീസിലെ ഏറ്റവും പുതിയ സിനിമയാണ് ഇത്. റിലീസായത് നവംബർ 14 ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ സിനിമ കണ്ടു. ഇതിൻ്റെ റിവ്യൂ ചെയ്യാൻ അല്പം താമസിച്ചു പോയി. അതിന് ഈ മൂവി റിവ്യൂ ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ നൗ യു സീ മീ സീരീസിൻ്റെ ഒരു ഫാനാണ്. അത് തിയേറ്ററിലൊന്നുമല്ല ഞാൻ ഇതിന് മുന്നത്തെ 2 സിനിമയും കണ്ടത്. അത് നമ്മൾ പിന്നീട് നെറ്റിൽ വന്ന സമയത്താണ് കണ്ടത്. ഒറിജിനൽ മൂവി റിലീസായത് 2013 അത് ആ റിലീസായ സമയത്ത് അത് നല്ല രീതിയിലുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയി മാറിയ സിനിമയായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് നമ്മൾ ഓഷ്യൻസ് 11 പോലുള്ള ഹെയ്സ്റ്റ് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മാജീഷ്യൻസ് ഹെയ്സ്റ്റ് നടത്തിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഐഡിയ ആണ് ആ ഒറിജിനൽ മൂവിയെ സ്റ്റാൻഡ് ഔട്ട് ആക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിനകത്ത് കുറേ പ്രാക്ടിക്കലായിട്ടുള്ള മാജിക്കൽ സാധനങ്ങൾ കാണിക്കുന്നതും ആ മാജിക്കിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതുമെല്ലാം നമുക്കൊരു കുട്ടിക്കാലത്തെ ഒരു ഫാൻറ്റസിയാണല്ലോ മാജിക് എന്ന് വെച്ചാൽ. അപ്പം മാജിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ രഹസ്യങ്ങൾ അറിയാനൊക്കെ നമുക്കൊരു ആകാംക്ഷയുണ്ട്. നമ്മളെല്ലാവരും ഗോപിനാഥ് മുതുകാടിൻ്റെയൊക്കെ മാജിക്കും അങ്ങേരെ ട്രിക്ക് ഡീബങ്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് AXN എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഇതുപോലെ മാജീഷ്യൻസിൻ്റെ സീക്രട്സ് റിവീൽ ചെയ്യുന്നൊരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനത്തുള്ള ഒരു ഹൈ നൊസ്റ്റാൾജിയ മൊമെൻറ്റ് ആ സിനിമയ്ക്ക് തരാൻ പറ്റി. അതുപോലെ തന്നെ വളരെ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ തിരക്കഥയായിരുന്നു അതിനകത്ത്. അതുപോലെ തന്നെ അവസാനത്തെ ആ ട്വിസ്റ്റും വളരെ നല്ലതായിരുന്നു. മാർക്ക് റൂഫല്ലോ ഹൾക്കായിട്ട് അഭിനയിച്ച അദ്ദേഹമാണ് ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്തിരുന്നത്. പിന്നെ 4 ഹോഴ്സ്മാൻ പറഞ്ഞ ഒറിജിനൽ മജീഷ്യൻസിൻ്റെ ടീമും ഉണ്ടായിരുന്നു. അതിനകത്ത് ലയണൽ ഷ്രിക്ക് എന്ന് പറഞ്ഞിട്ട് ആ കഥാപാത്രത്തെ ഒരു മാജിക്കിനിടയിൽ കൊല്ലപ്പെടുന്നതും അതിൻ്റെ ലോക്ക് കമ്പനിയുടെ ഡാമേജ് അവർ കൊടുക്കാത്തതും ഇൻഷുറൻസ് കൊടുക്കാത്തതും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ റിവെഞ്ച് എടുക്കുന്നതുമാണ് ആ സിനിമയുടെ പ്ലോട്ട്. അതിനുശേഷം ഈ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ വില്ലന്മാരുടെ ഒരു മകൻ ആയിട്ട് അഭിനയിച്ച ഡാനിയൽ റാഡ്ക്ലിഫ് എന്ന കഥാപാത്രം ഇവർക്കെതിരെ ഒരു തിരിയുന്നതും അവരെ കൊണ്ടൊരു മൈക്രോ ചിപ്പ് മോഷ്ടിക്കുന്നതും പിന്നെ അതിനെ തുടർന്ന് ഒരു ബാങ്ക് വോൾട്ടിനകത്ത് വെച്ചിട്ട് ഇവരൊരു ചീട്ട് കൈമാറുന്നതായിട്ടുള്ള ഒരു സീൻ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സീനായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും യൂട്യൂബിനകത്തൊക്കെ. അത് വളരെ വൈറലായിട്ടുള്ള ഒരു സീനായിരുന്നു. പിന്നീട് ഏകദേശം 10 വർഷത്തിന് ശേഷം, രണ്ടാമത്തെ മൂവി ഇറങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് ഈ സിനിമ ഇപ്പം നൗ യു സീ മീ നൗ യു ഡോണ്ട് എന്ന ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഈ മൂവിയെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഡയറക്ഷൻ നടത്തിയേക്കുന്നത് റൂബൻ ഫ്രീഷറാണ്. ഒറിജിനൽ കാസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുതിയതായിട്ട് കുറച്ച് കഥാപാത്രങ്ങളും കൂടെ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു 3 മജീഷ്യൻസ് ന്യൂയോർക്കിൽ ഒരു മാജിക്ക് നടത്തുന്നതായിട്ടാണ് അവിടെ തുടങ്ങുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ 4 ഹോഴ്സ്മെൻസ് ആണ് അത് ചെയ്യുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനല്ല. അതൊരു ഡീപ്പ് ഫേക്ക് ടെക്നോളജി വെച്ച് ഒരു 3 പുതിയ മാജീഷ്യൻസ് അവരുടെ ഈ ഒരു കഥാപാത്രങ്ങളുടെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാക്കിയ ശേഷം അവർ മാജിക് അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് അത് സിനിമ കാണിക്കുന്നത്. അതിനുശേഷം ഈ 3 മജീഷ്യൻസും അവിടെ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ബിസിനസ്സുകാരൻ്റെ ക്രിപ്റ്റോ കറൻസി അടിച്ചു മാറ്റിയ ശേഷം ആ ഷോയ്ക്ക് വന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു. അത് ഇതൊരു റോബിൻഹുഡ് സ്റ്റൈൽ ആണ് ഈ സിനിമ അവർ ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. അതായത് വലിയ കറപ്റ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ അടിച്ചു മാറ്റിയിട്ട് അത് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ള ഒരു റോബിൻഹുഡ് സ്റ്റൈലിൽ ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് ഇത് മാസ് ഒരു എലമെൻറ്റ്സ് ഇതിനകത്ത് ഒത്തിരി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സാധാരണക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതായത് ഒരു സോഷ്യലിസം അല്ലെങ്കിൽ ഒരു വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ ഐഡിയ ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഫിലോസഫി ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഹൈ ക്വാളിറ്റി സിനിമാറ്റിക് എക്സ്പീരിയൻസും ഇതിന് തരാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് എടുത്തു പറയേണ്ടതാണ്. ബ്രയാൻ ടൈലറാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് ട്രാക്ക് ഓസം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു വൗ ഫാക്ടർ തന്നെ ആ ഒരു സൗണ്ട് ട്രാക്ക് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ സിനിമ അതിനുശേഷം യൂറോപ്പിലേക്കാണ്. അവിടുത്തെ ആ ഒരു ഫസ്റ്റ് ആക്ടിന് ശേഷം യഥാർത്ഥത്തിൽ ആ 4 ഹോഴ്സ്മാൻസ് വീണ്ടും തിരിച്ചു വരുന്നതും ആ 4 പേരും ഈ 3 പേരും കൂടെ ചേർന്നിട്ട് ഒരു ഡയമണ്ട് ഹെയ്സ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് ആ സിനിമയുടെ
ബാക്കി ഭാഗം. അതിനുശേഷം ക്ലൈമാക്സ് നടക്കുന്നതൊക്കെ അബുദാബിയിലാണ്. അവിടെ ഒരു F1 കാറ് ഒക്കെ അങ്ങനത്തുള്ള ഒരു പ്രൊപ്പായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ആ സിനിമ. ആസ് യൂഷ്വൽ ഒരു നൗ യു സീ മീ മറ്റ് 2 പാർട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ പൊതുവേ ഓഡിയൻസിന് ഫസ്റ്റ് പാർട്ടായിരുന്നു കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിവ്യൂ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നൗ യു സീ മീ നൗ യു ഡോണ്ട് എന്നുള്ള ഈ ഒരു സിനിമ ഇപ്പോൾ പൊതുവേ ഒരു റേറ്റിംഗ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മോശം പ്രേക്ഷകരുടെ അഭിപ്രായം കിട്ടിയത് സെക്കൻഡ് പാർട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും എനിക്ക് നല്ല രീതിയിൽ വർക്കായ സിനിമയാണ്. പക്ഷേ തേർഡ് പാർട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു ലാഗ് ഉള്ളതായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മോർഗൻ ഫ്രീമൻ്റെ കഥാപാത്രം വരുന്നുണ്ട്. ഇവരുടെ എല്ലാം മെൻറ്ററായിട്ടുള്ള അദ്ദേഹത്തെ ഒരു അപകടം പറ്റുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം ഇത് സിനിമയിൽ പിന്നീട് ഇതിൻ്റെ 4th പാർട്ടും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ അല്ലെ ഇത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഈ മോർഗൻ ഫ്രീമൻ്റെ കഥാപാത്രത്തിൻ്റെ അത് കാരണം ആ ഒരു സംഭവം അത്ര വിശ്വസനീയമായിട്ട് വന്നില്ല. പിന്നെ ഇതിനകത്ത് ഈ ഒരു ന്യൂ ജനറേഷൻ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കാരണം 10 വർഷം കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ഇറക്കുന്ന സമയത്ത് പല രീതിയിൽ സോഷ്യൽ മീഡിയയും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുതിയ ജനറേഷനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു യങ്ങറായിട്ടുള്ള 3 ഹോഴ്സ്മെനെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു പുതിയ ജനറേഷനും പഴയ ജനറേഷനും തമ്മിലുള്ള ചില ഡയലോഗുകളൊക്കെ വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. അതത്ര സിങ്ക് ആയിട്ടില്ല. പിന്നെ അവർ തമ്മിലുള്ള ഒരു ടീം വർക്ക് 4 ഹോഴ്സ്മാനും 3 ഹോഴ്സ്മാൻ അത് ജനറേഷൻ ഗ്യാപ്പ് വേണ്ടിയിട്ടാണ് അവർ ചെയ്തെങ്കിലും അത് ഫോഴ്സ്ഫുള്ളായിട്ട് ആ സിനിമയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആ സിനിമയുടെ സ്വതവേയുള്ള ഒഴുക്കിനെ അത് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ മറ്റൊരു ന്യൂനത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സിനിമയിലൊക്കെ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള എഫക്ട്സ് ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെ കുറച്ചുകൂടെ വിശ്വസനീയമായിട്ടുള്ള അതൊരു മാജിക് ചെയ്യുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് ഒരു മജീഷ്യൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. ദ ക്ലോസർ യു ലുക്ക് ദ ലെസ് യു സീ എന്നാണ് ഈ സിനിമയുടെ ആ മോട്ടോ വരുന്നത് തന്നെ. പക്ഷേ ആ മോട്ടോയ്ക്ക് വളരെ ഘടകവിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഈ സിനിമയിലെ ആ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആക്റ്റൊക്കെ വന്നേക്കുന്നത്. അത് ഡിസ്ട്രാക്ഷനാണ് നമുക്ക് സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വലിയ ലാർജ് സ്കെയിൽ കാർ ചേസ് അല്ലെന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഒരു CGI വർക്കുകളൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശ്വസനീയത നമുക്ക് അത് പോകുന്നത്. അതായത് നമ്മളൊരു മാജിക്ക് കാണുമ്പോൾ ആ മാജിക്ക് നമ്മളെ മജീഷ്യൻ നമുക്കറിയാം, മജീഷ്യൻ നമ്മുടെ കൺകെട്ട് വിദ്യ നടത്തുകയാണെന്ന് അറിയാം. പക്ഷേ അത് എത്രത്തോളം നമ്മുടെ കണ്ണിനെ കെട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. പക്ഷേ ഇത് കൺകെട്ട് വിദ്യയ്ക്ക് പകരം അവർ ഈ CGI വർക്കുകളും ഗ്രാഫിക്സും പിന്നെ കാർ ചേസും അങ്ങനത്തെ ഉള്ള ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒരു വൈബിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച് അതെനിക്ക് തോന്നുന്നത് പലർക്കും അത് എനിക്കത് പേഴ്സണലി വർക്കൗട്ട് ആയില്ല. ബട്ട് അത് സിനിമ തിയേറ്ററിൽ നല്ല വിജയമാണ്. ഇത് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇവിടെയൊക്കെ നല്ല രീതിയിൽ പ്രദർശനമുണ്ട്, ആളുണ്ട്. അപ്പോൾ അതിനകത്ത് സിനിമ വിജയിച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും അവർ 4th പാർട്ട് ഇറക്കുന്നത്. ബട്ട് സ്റ്റിൽ ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു ഫാൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിൻ്റെ ക്രിയേറ്റിവിറ്റി റൈറ്റിങ്ങിൽ വന്നിട്ടില്ല. അവർ സെറ്റ് പീസുകളിലും മറ്റുള്ള കാര്യത്തിലൊക്കെ കുറേ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു 10 വർഷത്തിന് ശേഷം അവർ സിനിമ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനായിട്ടുള്ള എഫർട്ട് അവരെടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇതിന് മുന്നേ ഒരു 15 വർഷത്തോളം മുന്നേ ആയിരുന്നു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇറക്കിയപ്പോഴത്തേക്ക് അവർ നല്ല ബെറ്റർ രീതിയിൽ അവർ അതിൻ്റെ തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നല്ല എൻഗേജിങ് മൂവിയായിരുന്നു. അതുപോലെ തന്നെ പ്രെഡേറ്റർ വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ പാൻഡമിക്കിന് ശേഷം കുറച്ചൊരു ആ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അത് സംഭവിച്ച ശേഷം ഒരു മൊത്തത്തിൽ ബോളിവുഡിന് ഒരു ഒറിജിനൽ ഐഡിയാസിൻ്റെ ഒരു കഷ്ടകാലമായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് നല്ല രീതിയിൽ മൂവീസ് വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് കണ്ട മൂവീസ് അത് ഫ്രാഞ്ചൈസി മൂവീസ് ആണെങ്കിൽ പോലും അത് അവർ ഒറിജിനൽ ക്രിയേറ്റിവിറ്റി റൈറ്റിങ്ങിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിരാശയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് പക്ഷേ പ്രേക്ഷകർക്ക് ഒരു പരിധിവരെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്ന ജനറേഷൻ ഗ്യാപ്പിൻ്റെ ആയിരിക്കും. കാരണം 10 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു മൂവി വരുമ്പോഴത്തേക്ക് ആ മാജിക്കും ഒരു ഹെയ്സ്റ്റും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു വൗ ഫാക്ടർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നല്ല രീതിയിൽ CGI ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ബട്ട് ഇതാണ് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം ഉണ്ടെന്നാണ് മൊത്തത്തിലുള്ള ഒരു ഡൗട്ട്. അത് കാരണം എനിക്ക് അത് ഒരു 1 ടൈം വാച്ച് എന്നുള്ള രീതിയിൽ ഓക്കെയാണ്. ഈ ഫ്രാഞ്ചൈസി ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ നിരാശനാണ്.